നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, നടത്തറ പഞ്ചായത്തിന് പുതിയ ഓഫീസ് കെട്ടിടം എന്നിവയുടെ നിർമ്മാണ പുരോഗതി മന്ത്രി കെ രാജൻ വിലയിരുത്തി. കഴിഞ്ഞ ജൂലൈ 30-ന് പീച്ചി ഡാം തുറന്നുവിട്ട് പ്രളയത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് INTUC പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസം നടത്തി. പുത്തൂർ കോക്കാത്ത് വിജ്ഞാൻവാടിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റ് സ്തനാർബുദം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് വസ്ത്രവിതരണം നടത്തി. വാർത്തകൾ വിശദമായി. പുത്തൂർ പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നടത്തറ പഞ്ചായത്തിലെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെയും നിർമ്മാണം സംബന്ധിച്ച പ്രവർത്തനങ്ങളുടെ പുരോഗതി റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗം വിലയിരുത്തി. നടത്തറ പഞ്ചായത്ത് കെട്ടിടത്തിന് 4 കോടി രൂപയും പുത്തൂരിലെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് 3 കോടി രൂപയുമാണ് ബജറ്റിൽ തുക അനുവദിച്ചിരുന്നത്. ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിനായുള്ള ഭൂമി ലഭ്യമാക്കി കഴിഞ്ഞതായി ജില്ലാ കളക്ടർ അറിയിച്ചു. നടത്തറ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് കണ്ടെത്തുന്ന ഭൂമിയുടെ മൂല്യനിർണ്ണയ നടപടികൾ പൂർത്തീകരിച്ചു. ഭൂമി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നതായി പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം അറിയിച്ചു. 2 ഇടങ്ങളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ വേഗത്തിൽ തയ്യാറാക്കുന്നതിനും വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള സമയക്രമം തയ്യാറാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും പരിശോധിക്കുന്ന പ്രത്യേക സമിതിയുടെ അജണ്ടയിൽ പുത്തൂരിലെയും നടത്തറയിലെയും ഈ 2 നിർമ്മാണ പ്രവൃത്തികളും ഉൾപ്പെടുത്താം. ഇതനുസരിച്ച് എല്ലാ മാസവും ജില്ലാ കളക്ടർ തന്നെ ഈ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തും. 2 പ്രവൃത്തികളുടെയും സ്കെച്ചും ഡിസൈനും തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പിലെ ഡിസൈനിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്തുകളുടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ മാസം 23-ന് സ്ഥലങ്ങൾ സന്ദർശിക്കും. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് 15 മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പുത്തൂരിൽ പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. റവന്യൂ മന്ത്രിക്കും കളക്ടർക്കും പുറമെ ADM ടി മുരളി, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് PR രജിത്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS സജിത്, PB സുരേന്ദ്രൻ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ജൂലൈ 30-ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയം ഉണ്ടാക്കിയിട്ട് 110 ദിവസം കഴിഞ്ഞു. നാളിതുവരെയായിട്ടും നഷ്ടപരിഹാരം നൽകാൻ കഴിയാത്ത ഒല്ലൂർ MLA കെ രാജനോട് നഷ്ടപരിഹാരം എവിടെ കെ രാജ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷനിൽ INTUC പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ബാബു പാണംകുടി അധ്യക്ഷനായി. ജില്ലാ INTUC പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടം കണക്കാക്കിയ 43 കോടി നഷ്ടം ഓഗസ്റ്റ് 30-നുള്ളിൽ നൽകുമെന്ന് വാക്കുപറഞ്ഞ മന്ത്രി കെ രാജൻ വാക്ക് പാലിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ ലീലാമ തോമസ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, KP എൽദോസ്, VB ചന്ദ്രൻ, PP റെജി, ഷൈജു കുര്യൻ, ശ്രീജു CS, ബിന്ദു ബിജു, ജോസ് മൈനാട്ടിൽ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതിന്റെ ദൂർത്തും ഘടികാരസ്ഥയും കാണിക്കാൻ ആയിരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കത്തുകയാണ്. ചുരുങ്ങിയ വാക്കുകൾ ചുരുങ്ങിയ രീതിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം തുടർന്നു കൊണ്ടുപോകുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ആവശ്യം. ആരും കാണാതെ കിടക്കുന്ന പാവപ്പെട്ടവന്റെ മനസ്സിലേക്ക് അത് ആളിക്കത്തിക്കാൻ അവൻ അർഹതപ്പെട്ടവർ വാങ്ങിക്കൊടുക്കാനുള്ള പദ്ധതികൾ നമ്മൾ മുന്നോട്ട് പോകണം. അവർക്ക് എന്ത് ലഭിക്കുന്നു, അവരെന്ത് ലഭിക്കുന്നില്ല. ഓരോ സ്ഥലങ്ങളിലും അപേക്ഷകളുമായി പോകുന്ന ആളുകളുടെ ഡാറ്റ നമ്മൾ എടുക്കണം. വേദനിക്കുന്ന ഹൃദയമുള്ള ആളുകളുടെ ഒപ്പം നമ്മൾ കോൺഗ്രസ്സുകാരെ വീണ്ടും പോകണം. ഇന്നലെ നമ്മൾ പോയിരുന്നത് പോലെ ഗ്രാമാന്തരയിൽ പണിയെടുക്കുന്ന തൊഴിലാളിയെ കുറിച്ച്, പാവപ്പെട്ടവരുടെ വിഷയങ്ങളെ കുറിച്ച്, കർഷകന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. PR ഫ്രാൻസിസിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. നമ്മുടെ MLA മാർ എനിക്ക് തോന്നുന്നു ഇനി രാജനെതിരെ ഇവിടുത്തെ MLA-ക്കെതിരെ സമരം ചെയ്യുമ്പോൾ നമ്മുടെ മരിച്ചുപോയ
ജീവിച്ചിരുന്ന MLA-മാരുടെ പടം കൂടി വെച്ച് അവരെ പൂജിച്ചുകൊണ്ട് വേണം പോകാൻ. മഹാനായ PR ഫ്രാൻസിസ് 17 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിലെ MLA ആയിരുന്നപ്പോൾ ഒരു മന്ത്രിയുമായിരുന്നില്ല, റവന്യൂ മന്ത്രിയായിരുന്നില്ല, ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. പാവപ്പെട്ട തുന്നൽക്കാരൻ ഈ രാജ്യത്ത് ഈ സമയത്തിന് വേണ്ടി, മലയോര കർഷകർക്ക് വേണ്ടി, തൊഴിലാളികൾക്കൊപ്പം നിന്ന് പടവെഴുതിയ ഓരോ ഇഞ്ചിലും നിന്ന് ജനമനസ്സുകളിൽ കൊത്തുവെച്ചുകൊണ്ട് PR ഫ്രാൻസിസ് മുന്നോട്ട് പോയപ്പോൾ 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ കാഴ്ച ആളുകളുടെ മനസ്സിൽ PR ഫ്രാൻസിസ് എന്ന് പറയുന്ന MLA മനസ്സിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. ദീശക്കൊമ്പനായ കുറച്ചു കാലമാണെങ്കിലും നമ്മുടെ MLA ആയിരുന്ന രാഘവൻ കോഴിക്കോടിനെ നമുക്ക് മറക്കാൻ ഒക്കുമോ? പ്രിയപ്പെട്ട ജോർജ് മാഷ് മന്ത്രിയായി നമ്മുടെ ഇടയിൽ ജീവിച്ച ജോർജ് മാഷിനെ കുറിച്ച് നമുക്ക് മറക്കാൻ ഒക്കുമോ? അതിന്റെ ഒരു അംശം പോലും 2 തവണ തുടർച്ചയായി വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചു വന്ന ചീഫ് വിപ്പായാലും റവന്യൂ വകുപ്പ് മന്ത്രിയായാലും അധികാരത്തിന്റെ സകലോപതയിൽ മൊത്തം ഫണ്ടുകളെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ രാജന് കഴിയുന്നില്ല എന്ന ദയനീയമായ അവസ്ഥ ആണ് മറ്റ് MLA-മാരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ MP വിൻസെന്റ് MLA കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ 2-3 പാർട്ടി പ്രവർത്തകർ പറഞ്ഞു. MP വിൻസെന്റ് ചുരുങ്ങിയ കാലം വലിയ പ്രാപ്തനല്ലെങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP സുരേന്ദ്രൻ തുടങ്ങി KC യൂത്ത് കോൺഗ്രസിൽ മാറ്റാൻ വന്ന ഒരാള് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ PG ഉത്സവം തൊട്ട് നാടിനെ ഉത്സവ ചായയിലേക്ക് കൊണ്ടുപോയപ്പോൾ മയക്കുമരുന്ന് കടത്തിയ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയ സംഭവത്തിൽ മുൻ മന്ത്രി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന സുപ്രീം കോടതി വിധി ജോർജ് വട്ടുകുളം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ജോർജ് വട്ടുകുളം വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. കേസ് അവധികളിലെല്ലാം താൻ കോടതിയിൽ മുടക്കം കൂടാതെ ഹാജരായി എന്ന ആന്റണി രാജുവിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കളവാണെന്ന് ജോർജ് വട്ടുകുളം പറഞ്ഞു. 1990-ൽ അഭിഭാഷകനായിരിക്കെ തൊണ്ടി മുതൽ കൃത്രിമം നടത്തിയത് അന്വേഷിക്കണം എന്ന തന്റെ പരാതിയിലാണ് കേസ് 1 കൊല്ലത്തിനകം പുനരന്വേഷണം നടത്തി ആന്റണി രാജു വിചാരണ നേരിടണം എന്ന് സുപ്രീം കോടതി വിധിച്ചത്. നേരെ മറിച്ച് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഓർഡർ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചു. അപ്പൊ നമ്മളിത് ഇതിൽ പറയുന്നത് വെച്ചാൽ കോടതി തന്നെ, നിങ്ങൾക്കറിയാം, കോടതി എടുക്കേണ്ട ഒരു കേസായിരുന്നു. അത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഞാനൊരു കേസ് കൊടുക്കും, കോടതിക്ക് വേണ്ടി കൊടുത്ത കേസ്, കോടതി നേരിട്ടെടുക്കേണ്ട കേസ് 20 പോയപ്പോൾ കോടതി നേരിട്ടെടുക്കേണ്ട കേസായിരുന്നു. അത് ചെയ്യാതെ വന്നപ്പോഴാണ് ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ നാളുവഴിയിൽ നീണ്ടു പോകുമ്പോൾ അതിൽ ഈ കോടതി തീർപ്പ് വരാതെ ഈ പ്രതി മുങ്ങി നടക്കുകയായിരുന്നു. ഞാൻ ഇതിനകത്ത് പറഞ്ഞാൽ കേസിൽ മുങ്ങി നടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ 22 വർഷക്കാലമായപ്പോഴാണ് നമ്മൾ ഈ കേസ് കൊടുത്തത്. കാരണം ഇത് എത്ര പേര് തീർപ്പാക്കണം, നമ്മൾ പറഞ്ഞ അതേ അനുകൂല രീതിയാണ് വന്നിട്ട് 1 വർഷത്തിനുള്ളിലെങ്കിലും കുറഞ്ഞ 1 വർഷത്തിനുള്ളിലും തീർപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കേസ് കോടതിയിൽ ഫയൽ ചെയ്തത്. സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുത്തൂർ കോക്കാത്ത് വിജ്ഞാൻവാടിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PB സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SC പ്രൊമോട്ടർ സന്തോഷ്, ഡോക്ടർ റോസ്ലിൻ ജോസ്, ഡോക്ടർ ശ്രീജിൽ, ഡോക്ടർ ജസ്ന, ഡോക്ടർ ചഞ്ചൽ, വിജ്ഞാനവാടി കോർഡിനേറ്റർ അശ്വതി സന്തോഷ്, ആശാ വർക്കർ ശശിത, ആയുർവേദ ഹോസ്പിറ്റൽ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ക്യാമ്പുകളാണ് നമ്മളിപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ക്യാമ്പുകൾ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തിയപ്പോൾ നമ്മൾ നേരിട്ട് 4 മാസത്തിന്റെ ഭാഗമായിട്ട് നടത്തേണ്ട ഉദ്ദേശം തന്നെ നമ്മൾ ഈ ക്യാമ്പുകളൊക്കെ കോളേജ് ഭാഗത്ത് നടത്തി കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും രോഗങ്ങളെ കണ്ടെത്താനുള്ള ലാബുകൾ നമ്മളിപ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. തുടർന്ന് അവർക്ക് ആവശ്യമായ മരുന്നുകൾ നമ്മളോട് കൊടുക്കുന്നുണ്ട്. ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കുറേ പരിപാടികൾ നടത്തുന്നുണ്ട്. ഈ നടത്തുന്നുണ്ട്. നമ്മൾ ബ്ലോക്ക് തലത്തിലുള്ള ആരോഗ്യമേളകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ പഞ്ചായത്തിൽ തന്നെ 2 ഹോമിയോ ആശുപത്രി, ഒരു ആയുർവേദ ആശുപത്രി, ഒരു നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രം, ഇങ്ങനെ വിവിധമായ രീതിയിൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ ചികിത്സാ ചെലവ് കൂടി നമ്മൾ നടത്തിക്കൊണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആരോഗ്യ രംഗത്തൊക്കെ വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായി. ജീവിത ദൈർഘ്യത്തിലൊക്കെ വലിയ മാറ്റം നമുക്ക് വിവിധ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ. അത് പ്രത്യേകിച്ച് കേരളത്തിൽ സ്ത്രീകളാണ് കുറേ കൂടി മുന്നോട്ട് വരുന്നത്. അവർക്കൊക്കെ ആയുർദൈർഘ്യം കുറേ കൂടി ശരാശരി നോക്കുമ്പോൾ കേരളത്തിൽ വളരെയധികം മുന്നോട്ട് പോയി. അതൊക്കെ നമുക്ക് ഗുണകരമായ മാറ്റം. അതൊക്കെ നിലനിർത്തുന്നതിനും രോഗം തുടക്കത്തിലെ കണ്ടെത്തിക്കൊണ്ട് ചികിത്സിക്കാൻ ആവശ്യമായ നടപടികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പുകളാണ് നടത്തുന്നത്.
ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനിലൂടെ എത്തേണ്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാനങ്ങളിലും ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡോക്ടറായിട്ടുള്ള റോസ്ലിൻ ആരോഗ്യ പ്രവർത്തനം എല്ലാവരെയും നമ്മുടെ ഭാഗത്തിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് സാധിച്ചിട്ടുണ്ട്. പരമ്പരാഗത കലയുടെ ചാരുത നിലനിർത്തി ആധുനിക ശൈലിയിൽ സമന്വയിപ്പിച്ച് പ്രകൃതിദത്ത മാധ്യമങ്ങളിൽ വരയുടെ വിസ്മയങ്ങൾ ഒരുക്കിയ ശ്രീജ കളപ്പുരയ്ക്കൽ ചിരട്ടകളിൽ രചിച്ച ചിത്രങ്ങളുടെ പ്രദർശനം ശരറാന്തൽ നവംബർ 22 മുതൽ 24 വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. 300-ലധികം ചിരട്ടകളിലാണ് ശ്രീജയുടെ പുതിയ കലാവിരുത്. നേരത്തെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ സഞ്ചരിച്ച് ശേഖരിച്ച കല്ലുകൾ, ചിപ്പികൾ, തൂവലുകൾ തുടങ്ങി നിരവധി മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ ഒരുക്കി അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ കലാകാരിയാണ് അധ്യാപികയായിരുന്ന ശ്രീജ. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിസൂക്ഷ്മവും സങ്കീർണവുമായി ചിരട്ടകളുടെ ഉൾവശത്ത് വരച്ച ശ്രീജയുടെ പുതിയ പെയിന്റിങ്ങുകൾ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകൾ എന്ന ആശയത്തിലുള്ളതാണ്. 1960-നും 90-നും ഇടയിലുള്ള നല്ല ഓർമ്മകളും ദൃശ്യങ്ങളുമാണ് ചിത്രങ്ങളായി പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ചിരട്ടകൾ പൊട്ടിച്ചും പൊടിച്ചും പശയും പെയിന്റും ചേർത്ത് 5 അടി ഉയരത്തിലുള്ള ക്യാൻവാസിൽ ഒരുക്കിയ മറ്റൊരു വിസ്മയം കൂടി തൃശൂരിലെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്നു. 7 ദിവസത്തെ എൻഡ് ഓഫ് നൊസ്റ്റാൾജിയ ശരറാന്തൽ എക്സിബിഷൻ പ്രശസ്ത ചിത്രകാരൻ മദനൻ 22-ന് രാവിലെ 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ സ്റ്റഡി സെന്റർ പ്രിൻസിപ്പൽ എം നളിൻ ബാബു എന്നിവർ മുഖ്യാതിഥികളാകും. 28 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. ശ്രീജ കളപ്പുരയ്ക്കൽ, സബീഷ് കെ പി, സന്ധ്യ രഞ്ജിത്ത്, ഡോക്ടർ രജിതൻ, മുരളീധരൻ MN എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റും ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി സ്തനാർബുദം മൂലം ദുരിതം അനുഭവിക്കുന്ന വനിതകൾക്കായി വസ്ത്രവിതരണം നടത്തി. ആദ്യഘട്ടത്തിൽ 150ഓളം പേർക്കായി പ്രത്യേകം തയ്യാറാക്കിയ 1 ലക്ഷം രൂപയുടെ വസ്ത്രങ്ങളാണ് വിതരണം ചെയ്തത്. ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാനും തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ ബിജു എടക്കളത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ ശേഖരൻ, യൂണിറ്റ് സെക്രട്ടറി തിമോത്തി പറപ്പുള്ളി, വൈസ് പ്രസിഡന്റ് MK അബി, വനിതാ വിംഗ് പ്രസിഡന്റ് രാഗിണി മുകുന്ദൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി.
പറ്റില്ല. ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാനവ സഞ്ചാരം നവംബർ 24-ന് തൃശൂരിലെത്തുമെന്ന് പേൾ റീജൻസിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താനും മാനവിക വിചാരങ്ങളെ ഉണർത്തലും ലക്ഷ്യമിട്ട് SYS സംഘടിപ്പിക്കുന്ന മാനവ സഞ്ചാരം നവംബർ 24-ന് തൃശൂരിലെത്തും. നവംബർ 16-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാനവ സഞ്ചാരം SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൾ ഹക്കീം അസ്ഹരിയാണ് നയിക്കുന്നത്. ഡിസംബർ 1-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സ്നേഹം, സാഹോദര്യം ഇത് കുറയുന്നൊരു സമൂഹം ദുർബലമാവുകയും അപകടകരമായ ചലനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഊഷ്മളമായ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും വർഗീയ വിഭജന ആശയങ്ങൾക്കെതിരെ പ്രതിരോധമൊരുക്കാനും ലക്ഷ്യമിട്ടാണ് സഞ്ചാരം. ഞായറാഴ്ച തൃശൂരിലെത്തുന്ന മാനവ സഞ്ചാരത്തിന്റെ പ്രോഗ്രാമുകൾ രാവിലെ നടക്കുന്ന പ്രഭാത സവാരിയോടെയാണ് ആരംഭിക്കുക. 9 കേന്ദ്രങ്ങളിൽ SYS സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഏർലി ബേർഡ്സ് എന്ന പേരിലുള്ള പ്രഭാത നടത്തം. രാവിലെ 10 മണിക്ക് സംരംഭകർ, പ്രൊഫഷണലുകൾ എന്നിവരുമായിട്ടുള്ള ടേബിൾ ടോക്ക് ഹയാത്ത് റീജൻസിയിൽ നടക്കും. യുവജന സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച ശോഭ സിറ്റിയിലെ ക്ലബ് ഹൌസിൽ നടക്കും. മീഡിയ മീറ്റും പ്രാസ്ഥാനിക സംഗമവുമുണ്ട്. മാനവികതയുടെ സന്ദേശങ്ങൾ ഉയർത്തി സൗഹൃദ നടത്തമുണ്ടാകും. നടുവിലാലിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി EMS സ്ക്വയറിൽ സമാപിക്കും. മത, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലുള്ളവർ പങ്കുചേരും. വൈകിട്ട് 5 മണിക്ക് EMS സ്ക്വയറിൽ നടക്കുന്ന മാനവ സംഗമം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ P ബാലചന്ദ്രൻ MLA അധ്യക്ഷനാകും. യാത്രാ നായകൻ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൾ ഹക്കീം അസ്ഹരി സന്ദേശ പ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി കുറ്റ്യാടി ആമുഖ പ്രഭാഷണം നിർവഹിക്കും. സമസ്ത മുഷാവറ അംഗങ്ങളായ താഴപ്ര മുഹിദ്ദീൻകുട്ടി മുസ്ലിയാർ, PSK മൊയ്തു ഭാഗവി, മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഫാദർ റെജി, ശ്രീപദ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, മേയർ MK വർഗീസ്, MLA-മാരായ AC മൊയ്തീൻ, ET ടൈസൺ മാസ്റ്റർ തുടങ്ങി പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും. കീഴടങ്ങളുടെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024 ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശൂരിലെ ആമ്പല്ലൂരിൽ വെച്ച് SYSന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് സമാപനം കുറിക്കപ്പെടുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം പദ്ധതികളുടെ സമാപന സമ്മേളനമാണ് ഡിസംബറിൽ നടക്കുന്നത്. അതിന്റെ പ്രചരണാർത്ഥവും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിന്റെ ഈ പ്രത്യേക വർത്തമാന കാലഘട്ടത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ഒരു മാനവിക ഐക്യത്തിന്റെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് മാനവ സഞ്ചാരം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 16-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ മഹത്തായ മാനവിക ഐക്യ സന്ദേശയാത്ര കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഇന്നലെ വരെ പരിപാടികൾ നടക്കുകയും ഇന്ന് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 24-ാം തീയതി ഞായറാഴ്ചയാണ്, നവംബർ 24-ാം തീയതി ഞായറാഴ്ചയാണ്, അഥവാ ഈ വരുന്ന 24-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് തൃശ്ശൂരിലേക്ക് ഈ മഹത്തായ സന്ദേശയാത്ര എത്തുന്നത്. CPIM ഒല്ലൂക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു സതീഷ് ചന്ദ്രൻ. മലയാള സിനിമയ്ക്കും സംഗീതത്തിനും കനപ്പെട്ട സംഭാവനകൾ നൽകിയ ഉദയ, നവോദയ, ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ കുഞ്ചാക്കോ, അപ്പച്ചൻ, ഹരിഹരൻ എന്നിവർ സംവിധാനം ചെയ്ത വടക്കൻ വീരചരിത്ര സിനിമകളിലെ പാട്ടുകൾ കോർത്തിണക്കി വൃശ്ചിക പൂനിലാവേ എന്ന പേരിൽ സംഗീത സന്ധ്യ, ഗീതം സംഗീതം വേദി ഒരുങ്ങുന്നു. നവംബർ 24 ഞായറാഴ്ച വൈകിട്ട് 4:30 തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഗാനസന്ധ്യ,
പ്രശസ്ത കവിയും ഗാനരചയിതാവും വയലാറിന്റെ മകനുമായ വയലാർ ശരത് ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യും. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി മുഖ്യാതിഥിയാകും. പ്രശസ്ത ഗാനരചയിതാക്കളായ BK ഹരിനാരായണൻ, ഹരി ഏറ്റുമാനൂർ എന്നിവരുമുണ്ടായിരിക്കും. 2023 മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ വെച്ച് ഗീതം സംഗീതം ആദരിക്കും. പ്രശസ്ത പിന്നണി ഗായകരായ പ്രദീപ് സോമസുന്ദരൻ, വിജേഷ് ഗോപാൽ, എടപ്പാൾ വിശ്വനാഥൻ, റീന മുരളി, ഇന്ദുലേഖ വാര്യർ, ശ്രീരേഖ, സംയുക്ത, നന്ദുകൃഷ്ണ എന്നിവർക്കൊപ്പം ഗീതം സംഗീതം ഗായകരും ഗാനങ്ങൾ ആലപിക്കും. വാർത്താ സമ്മേളനത്തിൽ ജയരാജ് വാര്യർ, മുഹമ്മദ് റഷീദ്, സുകുമാരൻ ചിത്രസൗധം, മധു ആനലൂർ, KK ശ്രീലാർ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ചോക്ലേറ്റ് ഉപയോഗം കുറച്ച് വായനാശീലത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ട കർമ്മ പദ്ധതികൾ നടപ്പിലാക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങണമെന്ന് മേജർ PJ സ്റ്റൈജു. ലോക ശിശുദിനത്തിന്റെ ഭാഗമായി കോലഴി ചിന്മയ വിദ്യാലയത്തിൽ നടന്ന ആഘോഷത്തിലാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. വിദ്യാർത്ഥികൾക്ക് മേജർ PJ സ്റ്റൈജു നെല്ലിക്കയും പുസ്തകങ്ങളും സമ്മാനിച്ചു. പ്രിൻസിപ്പാൾ P കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. അസോസിയേറ്റഡ് NCC ഓഫീസർമാരായ അനൂപ്, സുമംഗല, ലത, ബിന്ദു, അനു എന്നിവർ പ്രസംഗിച്ചു. 24 കേരള ബറ്റാലിയനിലെ NCC ഓഫീസറായ മേജർ PJ സ്റ്റൈജുവാണ് ലോക ശിശുദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തകവും നെല്ലിക്കയും സമ്മാനിച്ചത്. കോലഴി ചിന്മയ കോളേജിലെ NCC അണ്ടർ ഓഫീസർ ശിഖയുടെ നേതൃത്വത്തിൽ കേഡറ്റുകൾക്ക് പരിപാടികൾക്കുള്ള നേതൃത്വം നൽകി. കൈകളിൽ പുസ്തകവും നെല്ലിക്കയും ഉയർത്തിപ്പിടിച്ച് ശിശുദിന പ്രതിജ്ഞ നടന്നു. പറപ്പൂർ സെന്റ് ജോൺസ് നെബുംസ്യാൻ ഫൊറോന ദേവാലയത്തിൽ ലിമായിലെ വിശുദ്ധ റോസായുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ നവംബർ 22, 23, 24, 25 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ സെബി പുത്തൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ദിനമായ നവംബർ 24 10 മണിക്ക് ഫാദർ വിൽസൺ പിടിയത്തിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് പ്രദക്ഷിണം. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ തരംഗ് ബീറ്റ്സിന്റെ ഗാനമേള. പീച്ചി കനാലിന് ചോർച്ച. കോലഴി സ്വപ്നഭൂമിക്ക് സമീപം കനാലിലെ സ്ലാബ് തകർന്നിട്ട് മാസങ്ങളായി. കനാലിലെ മഴവെള്ളം ചോർന്ന് കോലഴി പൂവണി വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. വീണ്ടും കനാൽ വെള്ളം തുറന്നുവിടാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. കനാൽ വെള്ളം മെഡിക്കൽ കോളേജിലെത്താൻ വൈകും. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്തോഷ് കോലഴി ഇറിഗേഷൻ അധികൃതർക്ക് പരാതി നൽകി. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകൾ തുടരുന്നു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി ഡിസംബർ 10 പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർച്ചിന്റെ മുന്നോടിയായി NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി, തൊഴിൽ മന്ത്രി എന്നിവരുമായി ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, MPമാർ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ MC അജികുമാർ, TV മധുസൂദനൻ, ബാബു ജോസഫ്, നിഷ ഗോപാലകൃഷ്ണൻ, ജോർജ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. PK ഡേവിസ് മാസ്റ്ററുടെ ഭാര്യ ആനി ഡേവിസ് പൊയ്യയിൽ നിര്യാതയായി. മാള പൊയ്യ പാറയിൽ കുഞ്ഞിപ്പൈലോ മകൻ ഡേവിസിന്റെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ആനി ഡേവിസ് നിര്യാതയായി. 66 വയസ്സായിരുന്നു. കുഴൂർ, കുണ്ടൂർ, പാറശ്ശേരി, ആലിമറ്റം കുടുംബാംഗമാണ്. മക്കൾ ഡാർവിൻ ഡേവിസ്, ഫ്ലെമിൻ ഡേവിസ്, മരുമകൾ റെനി ഡാർവിൻ. സംസ്കാരം പിന്നീട്. തൃശൂർ ജില്ലാ സീവേജ് വർക്കേഴ്സ് യൂണിയൻ CITU ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ജില്ലയിലെ ടാങ്കറുകൾ പിടിച്ചെടുത്ത് ചാർജ് ചെയ്ത കേസുകൾ അവസാനിപ്പിക്കുക. വ്യാവസായിക അടിസ്ഥാനത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് അനുമതി നൽകുക. പിടിച്ചെടുത്ത വാഹനങ്ങൾ കണ്ടുകെട്ടുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 1 മുതൽ പണിമുടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, നടത്തറ പഞ്ചായത്തിന് പുതിയ ഓഫീസ് കെട്ടിടം എന്നിവയുടെ നിർമ്മാണ പുരോഗതി മന്ത്രി കെ രാജൻ വിലയിരുത്തി. കഴിഞ്ഞ ജൂലൈ 30-ന് പീച്ചി ഡാം തുറന്നുവിട്ട് പ്രളയത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് INTUC പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസം നടത്തി. പുത്തൂർ കോക്കാത്ത് വിജ്ഞാൻവാടിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റ് സ്തനാർബുദം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് വസ്ത്രവിതരണം നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.